ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന അൺസ്റ്റിച്ച്ഡ് സൽവാർ മെറ്റീരിയൽസ് ആട്ടോ. ഇത് നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആണ്. അതിനകത്തേക്ക് കോട്ട ഫുൾക്കാരി വന്നിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നതുണ്ട്, ഹക്കോബയുടെ മെറ്റീരിയൽസ് വരുന്നതും ഒക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മളൊരു ബിലോ 1500 റേറ്റിലേക്കുള്ള പ്രൊഡക്ട്സ് ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് കൊണ്ടുവന്നത് നമ്മുടെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആട്ടോ. ഇതിൻ്റെ എല്ലാം ബേസ് എല്ലാം വന്നേക്കുന്നത് ഓഫ് വൈറ്റ് ആണ്. ഇതിൻ്റെ ബോട്ടം മാത്രം വന്നിരിക്കുന്ന കോൺട്രാസ്റ്റ് ആയിട്ട്, അതായത് ദുപ്പട്ടയിലേക്ക് ഇത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലോറൽ ഇതിൻ്റെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഫാബ്രിക് വരുന്നത്, ഷാൻഡോം ബോട്ടം കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് കോട്ട ഫുൾക്കാരി തന്നെയാണ് മെറ്റീരിയൽ. സൈഡിലേക്കായിട്ട് ഫുള്ളായിട്ട് തന്നെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വരുന്ന രീതിയിലേക്ക്. അതിൻ്റെ ഷെയ്ഡ്സ് നമുക്ക് പെട്ടെന്ന് കണ്ടുപോകാം. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് കുറച്ചുകൂടി ഒരു പർപ്പിൾ ഷെയ്ഡിലേക്കാണ്, ഒരു ഗ്രേപ്പ് കളർ എന്ന് പറയാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്, ഗ്രേപ്പ് പർപ്പിൾ ഷെയ്ഡിലേക്ക് തന്നെ അതിൻ്റെ ബോട്ടം വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്ന ഒരു പീച്ചും ഒരു കോഫി ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ ബോട്ടത്തിൻ്റെ ഷെയ്ഡ് വന്നേക്കുന്നതും ആ ഒരു കോഫി ബ്രൗൺ എന്ന് പറഞ്ഞ ആ ഷെയ്ഡിലേക്ക് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മളൊരു പേസ്റ്റൽ ഗ്രീൻ പോലത്തെയാണ്. അതിന് കോമ്പിനേഷനായിട്ട് വന്നേക്കുന്ന ബോട്ടോ ഇങ്ങനെ തന്നെ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരെണ്ണം മാത്രം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്കായിട്ട് ഇങ്ങനെ രീതിയിലേക്ക് ഫുള്ളായിട്ട് തന്നെ മുകളിൽ തൊട്ട് തന്നെ വർക്കുണ്ട്. താഴെ ഹെംലൈനിലേക്കാണ് ആ ഒരു ക്രോസ് സ്റ്റിച്ചിൻ്റെ ഹെവി ആയിട്ടുള്ള വർക്ക് വന്നേക്കുന്നത്. ഇതാണ് പാറ്റേൺ വരുന്നത്. ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് ഇതുപോലെ ഇതിൻ്റെ കോട്ട ഫുൾക്കാരിയുടെ എംബ്രോയിഡറി ഇതില്ലാത്ത ഈ ഒരു രീതിയിലേക്ക് മാത്രം, ഇങ്ങനെ മാത്രമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇതിൽ ലൈനിങ് യൂസ് ചെയ്യേണ്ട ഒരു മെറ്റീരിയലാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് കോട്ട ഫുൾക്കാരിയുടെ തന്നെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മുന്നേറിയുടെ തന്നെ നെക്സ്റ്റ് പാറ്റേൺ വന്നേക്കുന്നത്. ഇത് നമ്മൾ മുന്നേ ഓൺലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിങ്ക് ഷെയ്ഡ് മാത്രം നമ്മൾ ബൾക്കായിട്ട് യൂണിഫോം പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറഞ്ഞ പീസസ് മാത്രം 3-4 പീസസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസൊക്കെ നമ്മൾ സൈറ്റിനകത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് പിങ്ക് ഫ്ലോറിൽ എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ബോട്ടം വന്നേക്കുന്നത് പിങ്ക് ഷെയ്ഡിലേക്ക് തന്നെ, ദുപ്പട്ട വന്നേക്കുന്നത് ഫുള്ളായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് പിങ്ക് കളറിലെ തിക്കായിട്ടും, ബാക്കി നമ്മൾ ഈ വൺ സൈഡ് ഇടുന്ന ഈ ഒരു പോർഷനിലേക്കായിട്ട് തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്ക്, ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയാണ് വരുന്നത്. അല്ലാത്തടത്തേക്കായിട്ട് ചെറുതായിട്ട് സ്കാറ്റർ ചെയ്തിട്ടുള്ള രീതിയിലേക്കുമാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. സൈഡിലേക്കായിട്ട് ക്രോഷ്യലൈസിൻ്റെ ഡീറ്റെയിലിംഗ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഹക്കോബയാണ്, കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഹക്കോബയാണ്. ഇതിൻ്റെയൊക്കെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് പ്രിൻറ്റുകളും പാറ്റേൺസും ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ നമ്മുടെ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ വെബ്സൈറ്റിനകത്ത് കാറ്റഗറിക്കകത്തേക്ക് നമ്മൾ ഫോട്ടോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ വരുന്നത് ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ ബോർഡേഴ്സായിട്ട് ക്രോഷ്യലൈസ് കൊടുത്തിട്ടുണ്ട്. ഹക്കോബയാണ് മെറ്റീരിയൽ, കോട്ടനാണ് വന്നിരിക്കുന്നത്, കോട്ടൺ ഹക്കോബ കേട്ടോ. ബാക്കിലേക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു യെല്ലോ വരുന്നുണ്ട്, ആ റസ്റ്റ് കളറിലേക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. കോട്ടൺ സിൽക്ക് മെറ്റീരിയലിനകത്തേക്ക് ദുപ്പട്ട വന്നിരിക്കുന്നത് ക്രേപ്പും സൈഡ് ബോർഡേഴ്സിലേക്കായിട്ടാണ് നമ്മൾ യോക്കി കണ്ട ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ തന്നെ 1100 അങ്ങനെ പല പല റേറ്റുകളിലേക്ക് വരുന്ന മെറ്റീരിയൽസ് ആണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം തന്നെ കളർ ചേഞ്ച് ബ്ലൂ വരുന്ന രീതിയിലേക്ക്. ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നമ്മുടെ കോട്ട ഫുൾക്കാരിൽ തന്നെ യോക്കിൽ മാത്രം എംബ്രോയിഡറി വരുന്ന രീതിയിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ടോപ്പും ബോട്ടം ദുപ്പട്ട എല്ലാം വന്നേക്കുന്നത് ആ സെയിം ഷെയ്ഡിലേക്ക് തന്നെയാണ്. ആ നെക്കിൻ്റെ ഇവിടെ കട്ട് ചെയ്യാനായിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് സൈഡിൽ സ്കാലപ്പ് ചെയ്തേക്കുന്ന രീതിയിലേക്ക് ആ സെയിം തന്നെ എന്താണ് യോക്കിലെ വർക്ക് വരുന്നത് ആ രീതിയിലേക്ക് തന്നെ. ഇതൊക്കെ നമുക്ക് ഓണത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ്. അതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് ഉണ്ട്. ഇങ്ങനെയാണ് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത്. ഒരു റെഡ് ആൻഡ് ഒരു പീച്ച് കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. അതിൻ്റെ തന്നെ ദുപ്പട്ട വന്നേക്കുന്നത് ഇപ്പോൾ നമുക്ക് ഓണത്തിനോ ക്രിസ്മസിനോ ഒരു ബാപ്റ്റിസോ അല്ലെങ്കിൽ ചർച്ച് ഫംഗ്ഷനോ എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ്. കോട്ട ഫുൾക്കാരിയാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസ് ഓഫ് വൈറ്റിൻ്റെ. ഇത് കൂടാതെ ഒരുപാട് നമ്മൾ ഈ പ്രൊഡക്ട്സ് നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് വഴി നമ്മുടെ വാട്സാപ്പിൽ കൂടി നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്.